ഇക്കുറി സ്കൂൾ തുറക്കുമ്പോൾ വിങ്ങിപ്പൊട്ടിയ ഹൃദയവുമായി കഴിയുകയാണ് കൊല്ലം തേവലക്കരയിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ കുടുംബം. എല്ലാ വർഷവും 3 പേരും കൂടി ചേർന്നാണ് സ്കൂളിലേക്കുള്ള ബുക്കുകൾ പൊതിയാറുള്ളത്. ഇപ്രാവശ്യം ഇളയ മകൻ ഒറ്റയ്ക്കിരുന്നാണ് ബുക്ക് പൊതിഞ്ഞതെന്നും മിഥുന്റെ നഷ്ടം നികത്താനാവില്ലെന്നും കുടുംബം പറയും. വിളന്തറയിലെ മിഥുന്റെ വീട്ടിലാണ് നമ്മളുള്ളത്. മിഥുന്റെ മാതാപിതാക്കൾ ന്യൂസ് 18നോടൊപ്പം ചേരുകയാണ്. നമുക്ക് ചോദിച്ചറിയാം. പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. എന്താണ് മകൻ്റെ ഒരു ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? എൻ്റെ മോൻ്റെ ഒരു വിയോഗം കൊണ്ട് ഒരുപാട് സ്കൂളുകൾ സേഫായി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു കുട്ടികൾക്ക് ഇങ്ങനെ സംഭവിക്കരുത്. അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും. ആർക്ക് പറ്റിയാലും പഠിച്ചിട്ട് ആ ഒരു ഇത് മാത്രമേ ഇനി ഞങ്ങളൊരു സംഭവം ഒരിക്കലും ഉണ്ടാവരുത് ഒരു കുഞ്ഞിനും. ഇളയാളിപ്പോൾ പുതിയ സ്കൂളിലേക്കാണ് പോകുന്നത്. ആളിപ്പം അല്ല, അവിടെ തന്നെ സെൻറ്റ് ആൻഡ്രൂസിലാണ് പഠിക്കുന്നത്. മിഥുൻ നേരത്തെ പഠിച്ചു. മിഥുൻ 7ാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ തന്നെ സെൻറ്റ് ആൻഡ്രൂസ് പട്ടാളവ്. കഴിഞ്ഞ വർഷമുള്ള എൻ്റെ മക്കളെ ഞങ്ങൾക്ക് പോകാനത്. പക്ഷേ ഈ വർഷം ഇന്നലെ കഴിഞ്ഞ വർഷം മാത്രമേ ഉള്ളൂ ഞാൻ ബുക്ക് പൊതിഞ്ഞ് കൊടുക്കാറുണ്ട്. എല്ലാ വർഷവും ഞങ്ങൾ 3 പേരും കൂടെ ആയിരുന്നു ബുക്ക് പൊതിഞ്ഞ്. എൻ്റെ മോൻ ഇന്നലെ ഒറ്റയ്ക്കായിരുന്നു ബുക്ക് പൊതിഞ്ഞ്. പിന്നെ എനിക്ക് മനസ്സ് വന്നില്ല, പിന്നെ കുറച്ച് ബുക്ക് പൊതിഞ്ഞ് കൊടുത്തു. ഞാൻ പോകാൻ നേരത്തെ ലാസ്റ്റ് തുണി വാങ്ങിക്കാൻ പോയ കട ഞാനും എൻ്റെ മിഥുനും സുവിനും കൂടെ പോയ കടയിൽ പോയ എൻ്റെ മോൻ ഇന്നലെ ഡ്രസ്സ് വാങ്ങിച്ചത്. അവൻ്റെ അളവിനുള്ള ഡ്രസ്സല്ല ഇന്നലെ എടുത്തത്, എൻ്റെ മിഥുൻ്റെ അളവിനുള്ള ഡ്രസ്സായിരുന്നല്ലോ ഞങ്ങൾ. പക്ഷേ വിഷമമുണ്ട്, എൻ്റെ മോനില്ലല്ലോ. ഇതിൻ്റെ കൂട്ടുകാരൊക്കെ ചേർന്നാണല്ലോ വീട് ഒരുക്കി തന്നത്. എന്താ അതേപോലെ വളരെ നന്ദിയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പഴയ സർക്കാർ എല്ലാവരും നമ്മളെ ഒരുപാട് സഹായിച്ച് എടുത്തു. കീർക്കടക്കാട് ഉണ്ടാക്കി തന്നു. എൻ്റെ മോൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നത് അതൊക്കെ ചെയ്തു തന്നു. പുള്ളിക്കാരൻ പറയും അപ്പൻ്റെ കാശ് കാണത്തില്ല, ഒന്നും മേടിക്കണ്ട, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിച്ച. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ എനിക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും എന്നെ പുള്ളിയെ കൊണ്ടുപോകുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ നഷ്ടം നമുക്കല്ലേ. അതിനകത്തുനിന്ന് ഇതുവരെ റിക്കവറി ആയിട്ടില്ല. ഇപ്പോഴും അതേ അവസ്ഥ തന്നെ പോകും. സ്പോർട്സിനോടൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. പുള്ളിക്കാർ ക്രിക്കറ്റ് കളിയും. ഞങ്ങൾ ഒരുമിച്ച് കളിക്കും. ഞാൻ എൻ്റെ മോന് മിഥുന് സുജി ഞങ്ങളെല്ലാം ഒരുമിച്ച് ക്രിക്കറ്റ് കളിയും. ഫുട്ബോളാണ് മെയിൻ. അതെല്ലാത്തിനും പോകും. ഇരുതാ ഓർമ്മ കൊണ്ട് ജീവിക്കുന്നിപ്പോൾ. മിഥുൻ്റെ കൂട്ടുകാരൊക്കെ വരാറുണ്ടാവും. കൂട്ടുകാരൊക്കെ നമ്മുടെ വീടിൻ്റെ ഇതിനൊക്കെ ഒരുപാട് പേര് വന്നായിരുന്നു. ഇഷ്ടം പോലെ വന്നു. എനിക്കറിയാത്ത ആൾക്കാർ പോലും വന്നു. ഞാൻ മിഥുൻ്റെ കൂട്ടുകാരാന്ന് പറഞ്ഞാൽ വരുന്നത്. ഇഷ്ടം പോലെ സ്കൂളിൻ്റെ അധ്യാപകരൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. തീർച്ചയായും വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായിട്ടാണ് മിഥുൻ്റെ മാതാപിതാക്കൾ ഇന്നും കഴിയുന്നത്. എസ് വിനീഷ്, ന്യൂസ് 18 കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.